ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഫ്രീ ബീസ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്തായിട്ട്. നമുക്കറിയാം, ഡൽഹി ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് ആം ആദ്മി പാർട്ടി ചെയ്തിരുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള സൗജന്യ സേവനങ്ങളെ, ഫ്രീ വൈദ്യുതി, അതേപോലെ തന്നെ മറ്റ് സൗജന്യ സേവനങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് BJP ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയിരുന്നത്. സുപ്രീം കോടതി ജഡ്ജി BR ഗവായി ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഫ്രീ ബീസ് അലസന്മാരെ സൃഷ്ടിക്കുന്നു രാജ്യത്ത്, മാത്രമല്ല രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത് തടസ്സം നിന്നേക്കാം. കാരണം ആളുകൾക്ക് സൗജന്യമായിട്ടെല്ലാം ലഭിക്കുമ്പോൾ അവർ ജോലിക്ക് പോകാതെ സൗജന്യമായിട്ടെല്ലാം ലഭിക്കുമെന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അലസന്മാരായി കഴിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നാണ് എഫ്തിങ്ക് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എഫ്തിങ്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ ഈ ഫ്രീ ബീസ് സംസ്കാരം ആരംഭിക്കുന്നത്, അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1960കളിൽ തമിഴ്നാട്ടിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് അനുമാനിക്കപ്പെടുന്നു. പിന്നീട് അത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്തു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ദരിദ്രരായ ആളുകളെ സഹായിക്കുന്നതിന് എന്നാണ് അതിന്റെ ഒരു ലേബലെങ്കിലും ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും എലക്ഷൻ വിജയിക്കുക എന്നുള്ള ഒരു പ്രാഥമിക ലക്ഷ്യം മാത്രമായിട്ട് അത് ചുരുങ്ങിപ്പോവുകയാണ് ചെയ്തത്. തമിഴ്നാടിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, കരുണാനിധിയുടെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും ജയലളിതയുടെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും റേഷൻ സംവിധാനത്തിന്റെ കൂടെ സൗജന്യമായിട്ട് TV, അതേപോലെ സ്കൂട്ടർ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ₹1 അരി, ഇതൊക്കെ ഒരുപാട് പോപ്പുലറായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയധികം അനുഭവമുള്ളതും കൂടിയാണത്. കാരണം നമ്മൾ സാധാരണയായിട്ട് മാനുവൽ ലേബറിന് അവരെയാണ് ആശ്രയിച്ചിരുന്നത്. പിന്നീട് ഒരു കാലഘട്ടത്തിൽ അവരെ കിട്ടാതെ വന്നു. കാരണം അവർക്ക് സൗജന്യമായിട്ട് അരി ലഭിക്കുകയും ഇത്തരത്തിലുള്ള ഗാർഹികോപകരണങ്ങളും മറ്റുമെല്ലാം സൗജന്യമായിട്ട് ലഭിക്കാൻ തുടങ്ങിയതോടുകൂടി അവർ ജോലി ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നീടാണ് നോർത്തിൽ നിന്നുള്ള ലേബേഴ്സ്, അത് അഗ്രികൾച്ചർ ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പരിപൂർണമായിട്ട് ആശ്രയിച്ചിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെയായിരുന്നു. അത് നിൽക്കാൻ ഒരു പരിധിവരെ കാരണമായത് ഈ ഫ്രീ ബീസ് സംസ്കാരമാണ്. തമിഴ്നാട്ടിന്റെ തന്നെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, കാണാൻ കഴിയും, ഏകദേശം ഒരു വർഷത്തിൽ 1.5 ട്രില്യൺ റുപ്പീസ് അവർക്ക് ബാധ്യതയായിട്ട്, ഈ ഫ്രീ ബീസ് കാരണം ബാധ്യതയായിട്ട് നിലനിൽക്കുന്നു എന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. 1.5 ട്രില്യൺ റുപ്പീസ്, അതായത് 1.5 ലാഖ് ക്രോർ. ഇതവർക്ക് ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനുമൊക്കെ ബജറ്റിൽ വകയിരുത്തേണ്ട തുകയെ പരിമിതപ്പെടുത്തുന്നു എന്നുള്ളൊരു വിമർശനം കൂടിയുണ്ട്. മറ്റു വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരു പക്ഷേ പരിമിതപ്പെടുന്നു ഇത് കാരണം. ലേഡി ബെഹന പോലുള്ള സ്കീമുകളുടെ പശ്ചാത്തലത്തിലാണ് BR ഗവായി ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. അതായത് ആളുകളെ ഇത്തരത്തിലുള്ള ഫ്രീ ബീസ്, സൗജന്യമായിട്ട് ഉള്ള വിതരണങ്ങൾ ആളുകളെ മടിയന്മാരാക്കി മാറ്റുന്നു, അവരെ ആശ്രിതത്വ മനോഭാവമുള്ളവരാക്കി മാറ്റുന്നു, തൊഴിലെടുക്കാൻ പോകാതെ അവരവരുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്നു. ഇത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നല്ലതല്ല, ഉൽപാദനക്ഷമതയെ ബാധിക്കുന്നു, രാജ്യത്തിൻ്റെ വികസനത്തെ ബാധിക്കുന്നു. ഇതല്ല വേണ്ടത്, മറിച്ച് സെൽഫ് റിലയൻസ് രീതിയിലുള്ള ആളുകളെയാണ് നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടത്. അതിന് ഈ ഫ്രീ ബീസ് തടസ്സമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് പറയാനുള്ള ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞു. ലേഡി ബെഹന പോലുള്ള സ്കീമുകൾ കാരണം മഹാരാഷ്ട്രയിൽ നിന്നുള്ള കർഷകർ സ്വയം വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് അവരുടെ പാടങ്ങളിൽ, കൃഷിസ്ഥലങ്ങളിൽ പണിയെടുക്കാൻ ജോലിക്കാരെ കിട്ടാതെയായി. ഇത്തരത്തിലുള്ള സ്കീമുകൾ കാരണം ആളുകൾക്ക് സൗജന്യമായിട്ട് അരിയും മറ്റു സൗകര്യങ്ങളും ലഭിക്കുന്നു, അവർ പണിക്ക് വരാതെയായി, പണിക്ക് ആളെ കിട്ടാതെയായി എന്ന ഒരു വിമർശനം അവിടെ നിന്നുള്ള കർഷകർ ഉന്നയിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത്. അത് ഒരു പരിധിവരെ കേരളക്കാർക്ക് അനുഭവമുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തമിഴ്നാട്ടിൽ നിന്നുള്ള ജോലിക്കാർ നമ്മളുടെ കൃഷിസ്ഥലങ്ങളിലും മറ്റും പണിയെടുത്തിരുന്ന തമിഴന്മാർ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന്, കേരളത്തിൽ നിന്ന് തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ഇത്തരത്തിലുള്ള ഫ്രീ ബീസ് അധികമായിട്ട് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിച്ചതോടു കൂടിയാണ്. സൗജന്യമായിട്ടുള്ള അരി, സ്കൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോണ്, മറ്റ് ഗാർഹിക ഉപകരണങ്ങളെല്ലാം, TV പോലുള്ള സൗജന്യമായിട്ട് ലഭിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷകര് നമ്മളുടെ പാടങ്ങളിൽ നിന്നും, നമ്മളുടെ കേരളത്തിലെ ജോലി സ്ഥലങ്ങളിൽ നിന്നും സാധാരണ ജോലി ചെയ്തിരുന്ന തമിഴന്മാരെല്ലാം തിരിച്ചു പോയത്. അപ്പോൾ അത് ഒരു പരിധിവരെ അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. ഇത് സാമ്പത്തിക മേഖലയെ ഒരു പക്ഷേ ഒരു ആശ്രിതരായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ചയെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഇതിനകത്തുണ്ട്. ഇത്തരത്തിലുള്ള സൗജന്യ സൗകര്യങ്ങൾ ഹ്രസ്വകാല ആശ്വാസം നൽകുമെങ്കിലും ഇതിന് വലിയ വില നൽകേണ്ടി വരുന്നുണ്ട്. പ്രധാനമായിട്ടും തമിഴ്നാട്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ കടത്തിൻ്റെയും ഡെഫിസിറ്റ് ബജറ്റിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം തുടങ്ങിയ മേഖലകൾക്ക് ഉപയോഗിക്കേണ്ട പണമാണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ നീക്കി വെക്കുന്നത്, ജനപ്രീതി നേടുന്നതിനും ഇലക്ഷൻ വിജയിക്കുന്നതിനും വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൻ്റെ 3% മാത്രമാണ് അവർ ആരോഗ്യ പരിപാലനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്, ബജറ്റിൻ്റെ 3% മാത്രം. അത് നാഷണൽ ആവറേജിനേക്കാളും വളരെ കുറവാണത്. അതേപോലെ തന്നെ കർണാടക 2023
തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വാർഷികമായിട്ട് ഏകദേശം 60,000 കോടിയോളം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമാണ് കർണാടകയ്ക്കുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഫ്രീ ബീസ് അല്ലെങ്കിൽ സൗജന്യ സൗകര്യങ്ങൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ഇലക്ഷൻ വിജയിക്കുന്നതിന് വേണ്ടി സഹായിക്കുമെങ്കിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരെ മടിയന്മാരാക്കും. അതേപോലെ തന്നെ അത് സംസ്ഥാനങ്ങളെ ഒക്കെ കടക്കണിയിലേക്കും മറ്റും നയിക്കും, വളർച്ചയെ ബാധിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഇത്തരത്തിലുള്ള ഫ്രീ ബീസ് പഞ്ചസാര പോലെയാണ്. അതൊരു ഹ്രസ്വകാലയളവിൽ നല്ല മധുരിക്കുന്നതായിരിക്കുമെങ്കിലും ദീർഘകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് ദോഷം വരുത്താൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. അത് ഒരു പക്ഷേ നമുക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ്. ആളുകളെ തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് അത് പിന്തിരിപ്പിക്കും. അവർക്കെല്ലാം സൗജന്യമായിട്ട് ലഭിക്കുന്നതോടുകൂടി അവരൊരു സെൽഫ് റിലയൻ്റ് ആവുന്നതിനുള്ള എല്ലാ മാർഗങ്ങളെയും അത് തടസ്സപ്പെടുത്തും. അതിൽ നിന്ന് അവർ വിട്ടുനിൽക്കും എന്നുള്ളത് ഒരു പരിധിവരെ ശരി തന്നെയാണ്. അപ്പം ഇതിന് പരിഹാരം എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം. വിദഗ്ധർ പറയുന്നത് സന്തുലിതമായ ഒരു സമീപനം സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൗജന്യങ്ങൾക്ക് പകരം ആളുകളെ സ്വാവലംബികളാക്കുന്ന അല്ലെങ്കിൽ സെൽഫ് റിലയൻ്റ് ആക്കുന്ന ടാർഗറ്റഡ് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതിന് പ്രധാനമായിട്ടും അവരെ ശാക്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളും അത്തരത്തിലുള്ള കുറച്ചുകൂടി അവരെ സാമ്പത്തിക മേഖലകളിലെ അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാക്കുന്ന തരത്തിലുള്ള സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുമൊക്കെ അവരെ ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാരാക്കി മാറ്റുന്ന തരത്തിലുള്ള സ്കീമുകളും അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളുമാണ് വേണ്ടത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇത് തന്നെയാണ് നമ്മളുടെയും അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഏതായാലും മറ്റൊരു വിഷയവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.